ഈ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഡബിൾ ടോണിലുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ഷാൻലെയർ കൊടുത്ത് മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അയണിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സിമ്പിൾ ആയിട്ട് റൗണ്ട് ഷേപ്പില് ഗ്ലാസ് കൊടുത്തിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിലെ ഭാഗത്ത് തന്നെ കൂടുതൽ വുഡൻ എലമെന്റ്സ്, കളറുകളെല്ലാം കൂടുതൽ, അതായത് ഈ കരിവാകയിലുള്ള തടി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഈ കളറിനോട് കൂടുതൽ അധികം കളേഴ്സ് ഇതിൽ ആഡ് ചെയ്യാത്ത രീതിയിൽ തന്നെ ഫുൾ ലൈറ്റ് ടോണിലുള്ള കളേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ 6 ചെയറോട് കൂടി അതിമനോഹരമായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ്ങിന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് 8-4 സൈസിലാണ്. 6 ചെയറാണ് ഇപ്പൊ ഇവിടെ വരുന്നതെങ്കിലും 8 ചെയർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വർണ്ണസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിലൂടെ ഞങ്ങൾ ഇന്ന് വന്നെത്തിയിരിക്കുന്നത് ജിനീഷ് അനിത ദമ്പതികളുടെ വീട്ടിലാണ്. അതിസുന്ദരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമായി 2400 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ രാജേഷ് പുറത്തൂർ, സുനിത രാജേഷ്. വെൽക്കം ടു അവർ ചാനൽ. സുന്ദരമായി ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഈ വീട്ടിൽ മനോഹരമാക്കാൻ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ തന്നെ ഒരു സിങ്ങും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിന്റെ സിറ്റ് ഔട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ലെപ്പോത്രി ടൈലുള്ള എഡ്ജ് ഫിനിഷ് ചെയ്തിട്ട് മാർബിൾ ഫിനിഷ് ടൈപ്പിലുള്ള ഒരു 6x4 ടൈൽ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിന് തന്നെ ഏറ്റവും സുന്ദരമായി തീർക്കുന്നതിന് വേണ്ടിയിട്ട് മനോഹരമായ ഒരു ഫ്രണ്ട് ഡോർ ചെയ്തിട്ടുണ്ട്. ഡബിൾ ടോണിൽ ചെയ്തിട്ടുള്ള ഈ ഫ്രണ്ട് ഡോറിന് പെയിന്റ് ഫിനിഷ് ആണ് നൽകിയിട്ടുള്ളത്. അതോടുകൂടി തന്നെ ഈ ഒരു ഭാഗത്തേക്ക് സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേക ഏരിയ ചെയ്തതിന് കൂടെ തന്നെ ഈ വാള് ടെക്സ്ചർ ഫിനിഷ് ചെയ്തിട്ട് മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ചെയറും ഈ സിറ്റ് ഔട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിമനോഹരമായ ഈ വീടിന്റെ ഇന്റീരിയർ കാഴ്ചകളിലേക്ക് പോവാം. ഈ വീടിന്റെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു TV യൂണിറ്റ് ആണ്. അതിസുന്ദരമായി സെറ്റ് ചെയ്തിട്ടുള്ള, സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ്. കുറച്ച് ലൂവറൊക്കെ കൊടുത്ത് അതിമനോഹരമായി ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെ വളരെ മനോഹരമായിട്ട് സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഡൈനിങ് സ്പേസിനെ ഒരു ചെറിയ രീതിയിൽ ഒരു ഹൈഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലുള്ള ഒരു പോർഷനിൽ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പാർട്ടീഷൻ കൊടുത്തിട്ടുള്ളത് ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗം. അതിനോട് ചേർന്ന രീതിയിൽ തന്നെയാണ് ഈ സൈഡിലുള്ള ഒരു സ്റ്റെപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് സ്റ്റീലിൽ ചെയ്ത് അതിന്റെ സ്റ്റെപ്പുകളെല്ലാം കരിവാക തടിയിലാണ്. ഈ കരിവാക ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബെൻഡ് ആവാനുള്ള ടെൻഡൻസി വളരെയധികം കുറഞ്ഞ ഒരു മരമാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ട്. ഒരു മീഡിയം ലെവലിൽ റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു മരമാണ്. അതായത് ബെൻഡ് ആവാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരത്തിലാണ് ഈ സ്റ്റെപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതോടുകൂടെ തന്നെ ഇതിന്റെ ഹാൻഡ് റെസ്റ്റുകളെല്ലാം സെയിം പാറ്റേണിലുള്ള വുഡൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 6 ചെയറോട് കൂടി അതിമനോഹരമായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ്ങിന്റെ ടോപ്പ് ചെയ്തിട്ടുള്ളത് ടൈൽ ഉപയോഗിച്ചിട്ടാണ്. ഈ ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് 8x4 സൈസിലാണ്. 6 ചെയറാണ് ഇപ്പൊ ഇവിടെ വരുന്നതെങ്കിലും 8 ചെയർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് സ്പേസ് കഴിഞ്ഞ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ കിച്ചണിലേക്കുള്ള ഡോർ വരുന്നത്. ഈ കിച്ചൺ ഡോർ വരുന്നത് നല്ല ഒരു ആർച്ച് ടൈപ്പ് തന്നെ കൊടുത്ത് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. വിസിബിൾ ആവുന്ന രീതിയിലാണ് ഇവിടേക്കുള്ള കിച്ചണിലെ ഡോർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഇവിടെ വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ അതിമനോഹരമായിട്ടുള്ള കർട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഫുഡ് പാസിംഗ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണില് കുറച്ച് ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്രോക്കറി പോലെ സെറ്റ് ചെയ്തിട്ടുള്ള ഓപ്പൺ ഷെൽഫ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന രീതിയിൽ തന്നെ ലോങ് ടൈപ്പ് പ്രൊഡക്ട്സുകളെല്ലാം ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലോങ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്രിഡ്ജ് ഈ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്, 4 ചെയറോട് കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ലോഫ്റ്റ് വരെ മുട്ടുന്ന രീതിയിൽ തന്നെ ബോക്സ് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലെ ഹുഡ് സെറ്റ് ചെയ്ത ഭാഗത്ത് നമ്മൾ ഇതിന്റെ എക്സോസ്റ്റ് വരുന്ന ഭാഗം ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്തുള്ള ഹോബിന്റെ സൈഡ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എക്സോസ്റ്റ് പോകുന്ന ഒരു ഭാഗം ഹൈഡ് ആകുന്ന രീതിയിൽ തന്നെ ഡോറുകളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു ഏരിയ ഇങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നല്ല വൃത്തിയായി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു കിച്ചണിന്റെ ഭാഗത്ത് പറയാനുള്ളത്. കാരണം ഈ ഒരു ഭാഗം ഹൈഡ് ചെയ്യുന്നത് ഏതൊരാളെയും വലയ്ക്കുന്ന ഒരു കാര്യമാണ്. അത് വളരെ സിമ്പിൾ ആയി തന്നെ ചെയ്തിട്ട് ഈ വീട്ടിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഫുൾ എല്ലാ
ഭാഗങ്ങളിലും ഫോളോ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് തീമിലാണ് പോയിട്ടുള്ളത്. അത് തന്നെ ഇവിടുത്തെ വാർഡ്രോബിലും എല്ലായിടത്തും അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളതിനോട് കൂടെ തന്നെ ഒരു വാള് മാത്രം ഒരു ഗ്രീൻ ആയിട്ടുള്ള കളറിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാറ്റേൺ തന്നെ ഈ വീടിലുള്ള എല്ലാ ഡോറുകളിലും ഡബിൾ ടോൺ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഗ്രീനിഷ് എലമെന്റ് കൂടെ ഇതിനോട് ചേർത്ത് വന്നിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഓരോ ഡോറുകൾ വരെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റൂമിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. 6'6" സൈസിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇവിടെ നമ്മുടെ അയണിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു സിമ്പിൾ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ടോണിലുള്ള ഡോറുകളാണിത്. ഈ ഡോറിന്റെ ഇൻസൈഡിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഗ്രീനിഷ് ആയിട്ടുള്ള അതേ കളർ തന്നെയാണ് ഡബിൾ ടോൺ ആയിട്ട് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ രണ്ടാമത്തെ റൂമായ കിഡ്സ് ബെഡ്റൂമിലേക്കാണ് ഇനി വരുന്നത്. ഇവിടെയാണ് റൂമിൽ 3 ഡോറുള്ള വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ ലോഫ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹാൻഡിൽ വരുന്നത് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ റൂമിലെ പോലെ തന്നെ റൗണ്ട് ഷേപ്പുള്ള ഗ്ലാസ് ആണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് കൂടെ തന്നെയാണ് ഈ ഒരു ഭാഗത്തുള്ള ഒരു ബെഡ്റൂമിലുള്ള കോട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത്. 6'6" സൈസിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂമും ഈ ഒരു കോട്ട് സിമ്പിൾ ആയി തന്നെ ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിയിൽ 2 കുട്ടികളാണ് ഈ വീട്ടിലുള്ളത്. അവർക്ക് പഠിക്കാവുന്ന രീതിയിൽ 2 പേർക്ക് സിമ്പിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ ഒരു ഫോൾഡിംഗ് ടൈപ്പിലുള്ള ഒരു സ്റ്റഡി ഏരിയ, അതിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൽ എന്ന് പറയുമ്പോൾ ചെറിയ ഹൈഡായിട്ട് കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റോറേജ് സ്പേസിന്റെ, അതായത് സ്റ്റോർ റൂമിന്റെ മുകൾ ഭാഗമാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഡബിൾ ടോണിലുള്ള ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഒരു ഷാൻഡലിയർ കൊടുത്ത് മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു നല്ല സുന്ദരമായി നിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഭാഗത്തുള്ളതെങ്കിലും ഈ ഇതിന് റൗണ്ടഡ് ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഡൈനിങ് സ്പേസിന്റെ സെൻട്രലായിട്ട് ഏരിയയിൽ വരുന്ന ഭാഗം പോലെയാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സുന്ദരമായ രീതിയിൽ വൈറ്റ് ടോണിൽ തന്നെ കൊടുത്തിട്ടുള്ള ഈ ഒരു വീടിന് ഏറ്റവും അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ ഭാഗങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. തണലിടങ്ങൾ തേടിയുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. പുത്തൻ ആശയങ്ങൾ, പുത്തൻ വിശേഷങ്ങൾ, പുത്തൻ ഐഡിയകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുവാൻ സദാ സന്നദ്ധരായിരിക്കും. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടും കമന്റുകളായിട്ടും ലൈക്കുകളായിട്ടും ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ രാജേഷ് പുറത്തൂർ, ഞാൻ സുനിത രാജേഷ്. സൈനിങ് ഓഫ്.